ഇന്നത്തെ വ്ലോഗിൽ എനിക്ക് 3 വിശേഷങ്ങളാണ് പറയാനുള്ളത്. ഫസ്റ്റ് വൺ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. സെക്കൻഡ് വൺ, നമുക്കൊരു ഹൗസ് വാമിങ്ങിൻ്റെ ഉണ്ട്. തേർഡ് വൺ, ഇതിലൊരു ബർത്ത്ഡേ സർപ്രൈസും കൂടി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഹൗസ് വാമിങ്ങിനാണ് പോണത്. ഇത് താത്ത കൊടുക്കുന്ന ഒരു പ്രസൻറ്റേഷൻ ആട്ടോ. അപ്പോൾ അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പോകുന്നതിൻ്റെ മുന്നേ അതൊക്കെ കവർ ചെയ്ത് പാക്ക് ആക്കിയിട്ട് ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഒരു 11:15 ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി പോകുന്ന വഴി അവിടെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അമ്മായും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ചെറിയ നാത്തൂന് വരാൻ പറ്റിയില്ല, അവൾക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ കുടിയിരിക്കലിൻ്റെ വീടിൻ്റെ അവിടേക്ക് പോകുന്നത്. കാരണം അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്പേസ് ഇല്ല. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിത് പോവാണ്. അപ്പോഴേക്കും അമ്മായിയൊക്കെ എത്തി. ഇത് അമ്മായിയുടെ മോളാട്ടോ. അപ്പോൾ അവളെ ഒപ്പം തന്നെ എൻ്റെ ചെറുതിനെ അങ്ങ് കയറ്റി വിട്ടു. അവൻ്റെ അടുത്ത് അത്രയും ദൂരം നടക്കണ്ടല്ലോ. ഈ അടുത്തായിട്ടാണ് എൻ്റെ ഫാമിലീസ് മൊത്തത്തിൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയെന്നുള്ള ഒരു കാര്യം അറിയുന്നത്. അപ്പോൾ പിന്നെ അവരെല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് വീഡിയോ എടുക്കത്തെ ഇത് വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നു കേട്ടോ പാല് കാച്ചലിൻ്റെ അന്ന്. അപ്പോൾ ഇന്നത്തതും വീഡിയോ എടുക്കണമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അവർ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ എന്തായാലും ചെയ്യും. എനിക്കിപ്പോഴും എൻ്റെ റിലേറ്റീവ്സ് ഞാൻ യൂട്യൂബ് തുടങ്ങിയെന്ന് വിവരം അറിയുമ്പോൾ ഭയങ്കര ഒരു ഷെയിമായിട്ടൊക്കെ തോന്നാറ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കൊരു ഭയങ്കര നാണക്കേടൊക്കെ തോന്നും. ഇപ്പോൾ അതിന് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും എനിക്ക് ചെറിയൊരു നാണക്കേടൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. തലേ ദിവസം അങ്ങനെ ഫുള്ളായിട്ട് ഫർണിച്ചേഴ്സ് ഒന്നും കൊടുന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്നതിന് ശേഷമാട്ടോ എല്ലാതും സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ എത്തിയപാടെ മൂത്തം ഒരു ചെറിയ പണി വന്നിട്ടുണ്ട്. ഈ കസേരയൊക്കെ ഒന്ന് ഒതുക്കിയിടാൻ അത്ര വലിയ പണിയൊന്നുമില്ല, എന്നാലും അതൊരു പണിയാണല്ലോ. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ കുറച്ച് വീടിൻ്റെ തന്നെ കുറച്ച് ക്ലിപ്പൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. സ്റ്റെയറൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ലൈറ്റൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ഷോ ലൈറ്റും അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാ റൂമിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ഇവിടെയൊക്കെ നല്ല ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരെ പ്രൈവസി നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പറ്റുന്നതൊക്കെ എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. മുകളിൽ 2 റൂമും താഴെ 2 റൂമും ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു റൂമിൽ മാത്രമേ കേട്ടോ ബെഡും കട്ടിലും ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ഇൻഷാല്ലാ അവർ സെറ്റ് ചെയ്യുമായിരിക്കും. എല്ലാ റൂമിലും സെറ്റ് ചെയ്ത വാർഡ്രോബുകളൊക്കെ അടിപൊളിയായിരുന്നു. ഈ ഒരു മിററിൻ്റെ ഭാഗം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തളർന്ന് ക്ഷീണിച്ച് റൂമിൽ വന്നപ്പോഴേക്കും നമ്മുടെ ഷമീർക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതും കുടിച്ച് ഇനി കുറച്ച് നേരം നമുക്ക് വർത്താനം പറഞ്ഞിരിക്കാം. വീഡിയോസൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരുപാട് കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഫാമിലീസും മെമ്പേഴ്സും ഒക്കെ ഒത്തുകൂടുന്നൊരു സമയമാണല്ലോ ഇത്. തൊട്ടപ്പുറത്ത് തന്നെ ആയിരുന്നു ഫുഡൊക്കെ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഭയങ്കര സ്മെല്ല് എന്തുകൊണ്ടൊന്ന് ജനൽ തുറന്ന് നോക്കിയപ്പോൾ കണ്ടതാണ്. ഇനി നമുക്ക് എല്ലാവർക്കും കൂടിയും ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഫുഡിന് സുർബിയ ഉണ്ടായിരുന്നു, പിന്നെ കുട്ടൻ ബിരിയാണി ആയിരുന്നു. ഞാൻ സുർബിയാനടുത്ത് ചിക്കൻ എവിടെ കണ്ടാലും ഞാൻ അതിലേക്ക് മാത്രമേ ഫോക്കസ് കൊടുക്കാറുള്ളൂ. വേറെ ഒരു സാധനം എൻ്റെ കണ്ണിൽ പെടില്ല കേട്ടോ. ഞാൻ നമ്മുടെ സുന്ദരനോട് ഒരു വീഡിയോ എടുത്തരാൻ പറഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് എടുത്തു തന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഒരുമിച്ചായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഫുഡിനെ പറ്റി പറയാനാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, അത്രക്കും അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം കൂടി അവിടെ ഇരുന്ന് പിന്നെ ഞാനും താത്തയും മക്കളും കൂടി നേരെ വീട്ടിലേക്ക് പോവാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ആളും ഒതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല, എന്നൊന്നും ഇരിക്കാൻ അയച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അവരാരെ വീട്ടിലാവുമ്പോൾ അത് വലിയ പ്രോബ്ലം ഇല്ലല്ലോ. അപ്പോൾ ഉപ്പാനെയും കൂട്ടി ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. ഈ പ്രാവശ്യം എൻ്റെ ഉപ്പയില്ല കേട്ടോ എന്നെ കൊണ്ടുവരാൻ വരുന്നത്. എൻ്റെ മാമനും മാമയും കൂടിയാണ് വരുന്നത്. എൻ്റെ വലിയ മാമ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. എൻ്റെ വലിയ മാമനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കും എൻ്റെ നേരെ അടിയിലുള്ള സിസ്റ്ററിനും ഒരു കാര്യം മാത്രമായിട്ട് ഓർമ്മ വരുന്നത്. അത് ഞങ്ങൾ ചെറുപ്പത്തിലേ നടന്ന കാര്യമാണ്. അതെന്തായാലും ഒരു അടിപൊളി സ്റ്റോറിയാണ്. അത് ഞാൻ എന്തായാലും വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അങ്ങനെ അവരൊരു 3:30 ആയപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ മാമൻ്റെ ചെറിയ മോളാണ്. പോകുന്ന വഴിയാണെന്ന് വെച്ചാൽ പെരും മഴയായിരുന്നു. ഇന്നലെ ഇന്നുമായിട്ടൊക്കെ ഇവിടെ നല്ല മഴ കേട്ടോ. നിങ്ങളവിടെയൊക്കെ ഇങ്ങനെ മഴ ഉണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ പാലത്തറ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് പോപ്കോൺ ആയിട്ട് ഒരു ഉമ്മ അങ്ങനെ വിൽക്കാൻ വേണ്ടി നടക്കുന്നത്. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് 2 പാക്കറ്റ് പോപ്കോൺ വാങ്ങി നേരെ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. മുറ്റത്തിന്റെ കോലൊന്നും നിങ്ങൾ നോക്കണ്ട, മഴ പെയ്ത ഈ അവസ്ഥയാണ്. പിന്നെ എന്തായാലും നമുക്ക് മുറ്റം പണി നടക്കുന്നുണ്ടല്ലോ, അതൊക്കെയാണ് ഈ ഒരു കോലത്തിൽ അവിടെ കിടക്കുന്നത്. അങ്ങനെ ചായ എല്ലാം കുടിച്ച് മാമനും മാമി ഇതേന് തിരിച്ചു പോവാണ്. മാമൻ ഇപ്പോഴാട്ടോ അറിയുന്നത് ഞാൻ ചാനലൊക്കെ തുടങ്ങിയ വിവരം. എന്തായാലും ആള് കളിയാക്കിയൊന്നുമില്ല. എനിക്കാരെങ്കിലും അറിയുമ്പോൾ ഭയങ്കര ഷെയിമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എൻ്റെ സിസ്റ്റർ എനിക്ക് ഇപ്പി ഉണ്ടാക്കി തരുന്നുണ്ട്. അതിപ്പോൾ വലിയ പണിയുള്ള കാര്യമൊന്നുമില്ലല്ലോ. കുറച്ച് വെള്ളം അതും അങ്ങിട്ട സംഭവം അവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും അതാളവിടെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉമ്മച്ചിയുടെ നെയ്റ്റ് എനിക്ക് നിർബന്ധമാട്ടോ. അത് കഴിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ 3ാമത്തെ കാര്യം പ്ലാൻ ചെയ്യണം. 2ാമത്തെ കാര്യം ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. 3ാമത്തെ കാര്യം എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത് 25-ാം തീയതി. അപ്പോൾ അവനക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. എന്താണെന്ന് വെച്ചാൽ അവനക്ക് ഈ ബർത്ത്ഡേക്ക് ഇന്നവരെ അങ്ങനെ ഗിഫ്റ്റൊന്നും കിട്ടിയിട്ടില്ല. ഞാനും എൻ്റെ സിസ്റ്ററും എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നല്ലാതെ ഈ ഗിഫ്റ്റ് ബോക്സിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. എൻ്റെ സിസ്റ്ററിന്
അവൾ 10th പാസ്സായപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനക്കും ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവുമെന്ന് അങ്ങനെ തോന്നിയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങ് പ്ലാൻ ചെയ്തതാണ്. എന്നാൽ ഇങ്ങനെ ഒരു ബോക്സ് എന്തായാലും വീട്ടിലുണ്ട്, അപ്പോൾ പിന്നെ അതിന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. സംഭവം ആൾക്ക് എടുക്കാനെന്നല്ല പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്, എൻ്റെ മോനിക്കാണെന്നും പറഞ്ഞ് ഇറങ്ങി. ആൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആളെ വിചാരം ഇപ്പോഴും എൻ്റെ മോനിക്ക് തന്നെയാണ് നാട്ടോ. ആൾക്ക് ഒരു ബ്ലാക്ക് ഷൂന് നല്ല പൂതി ഉണ്ടായിരുന്നു. ആ ഷൂന് എന്താ പറയാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതെന്തായാലും ആൾക്ക് എടുത്തിട്ടുണ്ട്. ഗിഫ്റ്റുകൾ കാണുമ്പോൾ നിങ്ങൾ ഇതാണോ വാങ്ങിച്ചത് എന്ന് വിചാരിക്കണ്ട. അവൻ എന്തൊക്കെയാണോ ഇഷ്ടം അത് മാത്രമാണ് അതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതല്ല ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.